താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ടെത്തുക. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാക്കി. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇവയിൽ ആൻസർ വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ PSCക്ക് പ്രിയപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയപ്പെടുന്ന ആക്റ്റാണ് ഇത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യക്ക് ഒരു ഫെഡറൽ സംവിധാനം കൊണ്ടുവന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യയുടെ നമ്മൾ കാര്യങ്ങളെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിഷണൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിങ്ങനെ ഭരണ സംവിധാനങ്ങളെ വേർതിരിച്ചത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സംഭാവനയാണ്. ഇന്ത്യക്ക് RBI, ഫെഡറൽ കോടതി എന്നിവയ്ക്ക് വരാൻ കാരണവും എന്താണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ശില്പി ആരാന്ന് ചോദിച്ചാൽ സർ സാമുവൽ ഹോയർ ആണ്. നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് തലവനായിട്ട് ഗവർണർ വേണമെന്നുള്ള മുന്നോട്ട് വെച്ചതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക എന്നാണ്. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ കാലയളവാണ് അത് പറഞ്ഞത്. 2 വർഷം 11 മാസം 17 ദിവസമാണ്. ഇനി ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? BR അംബേദ്കർ ആണ്. ഇവിടെ തന്നത് ജവഹർലാൽ നെഹ്റു എന്നതാണ്. അതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ വരുന്നത് BR അംബേദ്കർ ആണ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ വരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇത് ആൻസർ വരുന്നത് 42-ാം ഭേദഗതിയാണ്. 42-ാം ഭേദഗതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 42-ാം ഭേദഗതിയാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലിയും ആയ സമയത്താണ് എന്ത് ചെയ്ത് 1976 42-ാം ഭേദഗതി പാസ്സാവുന്നത്. എന്നാൽ പ്രാബല്യത്തിൽ വരുന്നത് 1977 ജനുവരി 3-നാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42-ാം ഭേദഗതി നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നായിരുന്നു. പാർലമെൻറ്റിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി എന്ന ഭാഗം എന്താണ് ഇന്ത്യൻ പാർലമെൻറ്റ് കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. പാർലമെൻറ്റ് ഭേദഗതി ചെയ്യാനുള്ള ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ആർട്ടിക്കിൾ 368 പാർട്ട് 20-ലുമാണ് കേട്ടോ വരുന്നത്. 3 രീതിയിലാണ് സാധാരണ രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാറുള്ളത്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ വരുന്നത് മൗലിക കടമകൾ എന്നാണ്. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ 42-ാം ഭേദഗതി എന്ന്. ഈ 42-ാം ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ എന്ത് ചെയ്ത് 10 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 86-ാം ഭേദഗതി 2002 ഉള്ളത് പ്രകാരം ഒരു കടമകളും കൂടി കൂട്ടിച്ചേർന്ന് ടോട്ടൽ ഇപ്പോൾ 11 മൗലിക കടമകളാണ് നമുക്ക് നിലവിലുള്ളത്. ഈ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് റഷ്യ അല്ലെങ്കിൽ USSR എന്നാണ്. മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭാഗം 4A-യും ആർട്ടിക്കിൾ വരുന്നത് 51A-യുമാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകവും വിദേശ പൗരന്മാർക്ക് ബാധകവും അല്ലാത്ത കാര്യമാണ് മൗലിക കടമകൾ. ഈ മൗലിക കടമകൾ പോസിറ്റീവോ നെഗറ്റീവോ ആവാം.